കേശു എവിടെ പോരാ? അവിടെ ഒരു കൊച്ചിക്ക് നട്ടോണ്ടല്ലേടാ നീ ഇത്ര ഇത് കാണിക്കുന്നേ? വാ, വേണ പറ്റത്തില്ല. ഹലോ, ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഒരു യാത്രയുണ്ട്. അതായത് അമ്പലത്തിലേക്കാണ്. വേറെ എങ്ങും അല്ല, നമ്മുടെ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിലാണ്. കുറേ നാളായിട്ട് അവിടെ പോകണമെന്ന് വിചാരിക്കുന്നു. നേരത്തെയൊക്കെ ഞങ്ങൾ മാസത്തിൽ ഒരു ദിവസം പോവുമായിരുന്നു. ഇപ്പോൾ പിന്നെ സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പോകാൻ പറ്റാതായിപ്പോയത്. അപ്പോൾ ഇന്ന് നമുക്ക് പോകാം. ഞാനുണ്ട്, അമ്മയുണ്ട്, ആദ്യമുണ്ട്. ഞങ്ങൾ 3 പേരും കൂടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഒരുങ്ങി ഇറങ്ങി ഇനി നേരെ ബസ് സ്റ്റോപ്പ് വരെ നടന്നിട്ട് അവിടുന്ന് നേരെ കടമ്പനാട്, അവിടുന്ന് ചവറ ബസ്സിനകത്ത് നേരെ കാട്ടിൽ മേക്കതിൽ അമ്പലത്തിൽ. എനിക്ക് ഒട്ടും വയ്യ, ഫുഡ് കഴിച്ചിട്ട് വയറിന് നല്ല അസുഖമാണ്. എന്നാലും നമ്മൾ അമ്പലത്തിൽ ഇനിയും പെൻഡിങ് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. ഭാഗ്യത്തിന് നമുക്ക് ചെന്ന ടൈമിൽ തന്നെ ഓട്ടോ ആയാലും ബസ്സായാലും സമയത്തിന് കിട്ടി. അങ്ങനെ ഞങ്ങൾ കടമ്പനാട് വന്ന് ബസ്സിനകത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ അവൻ അമ്മയുടെ മടിയിൽ ഇരിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ ഓൾറെഡി ഇന്ന് ഞങ്ങൾ തിങ്കളാഴ്ചയായിരുന്നു പോയിട്ടുള്ളത്. അപ്പോൾ വലിയ തിരക്കിന്ന് അമ്പലത്തിലില്ല. നമ്മളവിടെ ചെന്നപ്പോൾ തന്നെ ഒരു 9:30-10 മണിയായി. കാരണം പ്രൈവറ്റ് ബസ് ആയതുകൊണ്ട് പതുക്കെ ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. പിന്നെ നമ്മൾ ചവറ ശങ്കരമംഗലത്ത് വന്നിട്ട് അവിടുന്ന് ഓട്ടോ വിളിക്കണം. ബസ്സുണ്ട് നമ്മുടെ നേരെ. ഇന്ന് ട്രാഫിക് ആയിരുന്നു ആ ബസ്, പക്ഷേ ചില സമയത്തെ കാണത്തുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു. ഓട്ടോയ്ക്കകത്ത് വന്നു. അവിടെ ഇറങ്ങിയപ്പോഴത്തേന് ജങ്കാർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ചില നേരത്ത് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അവിടെ. ഇപ്പം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമ്മൾ ചെന്ന ടൈമിൽ തന്നെ ജങ്കാർ അവിടുന്ന് തിരിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ ജങ്കാറും ഉണ്ട്, വള്ളവും ഉണ്ട്. വള്ളത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് ജങ്കാറിനകത്തൊക്കെ കയറി. അപ്പോൾ അമ്മ ആദ്യം ഇങ്ങനെ മുറുക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ അവിടെ അപ്പുറത്തുള്ള ഒരു അമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം, വേറെ ആരും ശ്രദ്ധിക്കത്തില്ല. ഞങ്ങളൊക്കെ എല്ലാം അറിയാം എന്നുള്ളൊരു ധാരണ നമുക്കെല്ലാം. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ അവിടുന്ന് ജങ്കാർ ഒരു കറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അമ്പലമായി. അപ്പോൾ അമ്പലത്തിനകത്തോട്ട് ഇനി നമുക്ക് നടന്ന് പോവാം. ഇന്ന് ഞായറാഴ്ച പോയാൽ നമുക്ക് ഭയങ്കര തിരക്കാണ്. ഇന്നിപ്പോൾ അത്യാവശ്യം കുറച്ച് തിരക്ക് കുറവാണ്. അപ്പം നമ്മുടെ അന്നദാനത്തിനുള്ള സെൻറ്ററാണിത്. നമുക്ക് തിരിച്ചു വരുമ്പോൾ കഞ്ഞി കുടിക്കണം. അപ്പോൾ നമുക്കിനി ക്യൂവിൽ നിന്നിട്ട് വേണം നമുക്ക് മണി വാങ്ങിക്കാൻ. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് മണി. നമ്മൾ എന്താഗ്രഹിച്ച് നമുക്ക് മണി കിട്ടിയാലും അത് അമ്മ നടത്തി തരും. അതുപോലെ ഇവിടുത്തെ ഒരു നേർച്ചയാണ് പൊങ്കാല. നമ്മൾ ആഗ്രഹം മനസ്സിൽ പറഞ്ഞ് നമുക്ക് മണിയും കെട്ടാം. അതുപോലെ തന്നെ നമുക്ക് പൊങ്കാല ഇട്ടിട്ട് നമ്മുടെ നമുക്ക് ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൊങ്കാല ഇടാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ കൂടെ നിൽക്കും. ഇത് നമ്മുടെ അത്രയ്ക്ക് ശക്തിയുള്ള കാട്ടിൽ മേക്കതിൽ അമ്പലമാണ്. അപ്പം ഞങ്ങൾ അകത്തൊക്കെ കയറി പ്രാർത്ഥിച്ച്, നമുക്ക് അകത്തൊന്നും ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ വന്നു. പിന്നെ അമ്മയാണെങ്കിൽ അവിടെ മണി ആ കൗണ്ടറിൽ നമ്മൾ മണിയുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് മണി തരും. അത് ആ അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മൾ പൂജിച്ച് ഇവിടെ ഇതുപോലെ മഞ്ഞ പച്ച എന്ന് പറഞ്ഞ ട്രേ തരും. ആൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓരോ കൗണ്ടർ കാണും, മഞ്ഞയ്ക്ക് പച്ചയ്ക്ക് ചുവപ്പ്. ഇപ്പം കുറച്ച് ആളായതുകൊണ്ട് നമുക്ക് ഒരു കൗണ്ടറിൽ എല്ലാ ബോക്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു. 7 വലത്തിടണം. 7 വലത്തിട്ടിട്ട് ഞാൻ ഓൾറെഡി മണി കെട്ടി. അത് കഴിഞ്ഞിട്ട് അമ്മയും നാണ്ട ഇപ്പോൾ കെട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല നമുക്ക് കാണാൻ തന്നെ അവിടെ ചെല്ലുമ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ എന്താ മണിയൊക്കെ കെട്ടി പ്രാർത്ഥിക്കും, നമ്മുടെ ആഗ്രഹം സാധിച്ചു എന്ന് തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവും. അങ്ങനെ നമ്മൾ വന്ന് മണിയൊക്കെ കെട്ടി അടിപൊളിയായിട്ട് അമ്മയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു. പിന്നെ ഇനിയിപ്പം പൊങ്കാല ഒരു ദിവസം വന്നിടണം. അനിയത്തി 2 ദിവസം മുന്നേ വന്ന് പൊങ്കാല ഇട്ടു. ഇനി നമുക്ക് ഒരു ദിവസം വന്ന് പൊങ്കാലയൊക്കെ ഇടണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതാണ്ട് എല്ലാവരും വലത്തിടുന്നത് കണ്ടോ, 7 വലത്ത്. പക്ഷെ ഭയങ്കര രസം. ഇങ്ങനെ ആൾക്കാരൊക്കെ പോകുമ്പോൾ നമുക്ക് അവരുടെ കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോവാം. ആ കാണുന്നിടത്താണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അവിടെ കുറേ പേരൊക്കെ ഇങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട്. കുറേ പേര് ആലിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. പിന്നെ മഴയല്ല, ഭയങ്കര വെയിലായതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ, ഭയങ്കര ചൂടാണ്. അങ്ങനെ ഞാനും പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് കഞ്ഞി കുടിക്കണം.
അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നാണ് വായനയൊക്കെ നടത്തുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ ആ പൊങ്കാല ഇടുന്നത് കണ്ടില്ലേ, അതിൻ്റെ ആ സൈഡിൽ കടലാണ്. നമ്മൾ വന്നത് കായൽ, ഇതിന് നടുക്കാണ് നമ്മുടെ അമ്പലം. പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ കഞ്ഞി അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചു. കഞ്ഞി അവനും കോരി കൊടുത്തു, ഞാനും ഒരു 2-3 സ്പൂൺ. ഞാനാണെങ്കിൽ 2 പാത്രത്തിലാണ് വാങ്ങിച്ചത്. പക്ഷെ ഒരു പാത്രത്തിൽ ഇട്ടപ്പോൾ ഉപ്പ് ശകലം കൂടിപ്പോയി. അപ്പം ഞങ്ങൾ പിന്നെ ഒരു പാത്രത്തിനകത്ത് ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ 3 പേരും കൂടെ കുടിച്ചു. കമ്മൽ ഏതെടുത്ത അമ്മ, ഒരു മിനിറ്റ് അമ്മ ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ. ഇവിടെ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ണിയപ്പമൊക്കെ വാങ്ങിച്ചു. കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ കമ്മലിൻ്റെ കട കണ്ടു. ഞാനൊരു 3 സെറ്റ് കമ്മലെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ ചെരുപ്പ് കണ്ടു. അപ്പം ആദ്യക്ക് ചെരുപ്പില്ലായിരുന്നു, ഞാൻ പിന്നെ ചെരുപ്പ് വാങ്ങിച്ചു. കൊള്ളാം, നല്ല ചെരുപ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് അവിടെ അമ്പലത്തിൻ്റെ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ജങ്കാറ് കിടപ്പുണ്ടായിരുന്നു. ഇവിടെ 1 മണി വരെ ഉള്ളൂ ജങ്കാറ്. അത് കഴിഞ്ഞാൽ പിന്നെ 4:30 ഉള്ളൂ ജങ്കാറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ 12:30 ആയപ്പോഴത്തേന് വന്നപ്പം ജങ്കാറിനകത്ത് കയറി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഇനി നമുക്ക് അനിയത്തിയുടെ കൂടെ SM വരെ ഒന്ന് പോകണം. അപ്പോൾ അതിനാണ് ഞങ്ങൾ SMലോട്ട് പോവാണ്. ഇപ്പം ഞങ്ങൾക്ക് പോകേണ്ട ബസ് പോകുന്നു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവുക SMലോട്ട്, അടൂരോട്ട്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പോട്ടെ കേട്ടോ. നമ്മുടെ ഈ വഴികളൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഞങ്ങൾക്ക് പോകേണ്ട ബസ് കണ്ട് ഇതുവഴി പോകുന്നുണ്ട്. പക്ഷേ ആ ബസ്സിന് നേരെ കടമ്പനാട് എന്നിട്ട് തിരിച്ച് വേമ്പനാടത്ത് മുക്കിൽ വരും. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. നമുക്ക് ഈ വഴി നമ്മളെന്തായാലും ചെല്ലുമ്പോഴത്തേക്കും ബസ് കിട്ടൂടി. ഞങ്ങൾ അപ്പോൾ പോട്ടെ കേട്ടോ. നമുക്കിനി ഞാൻ ബസ് കയറുന്നതും SM ചെന്നിട്ടുള്ള ബാക്കി ഭാഗങ്ങളൊക്കെ ഇടാം. കേശുണ്ട് ഞങ്ങളുടെ താഴ്ച. നോക്കട്ടെ, ഞങ്ങൾ ഗൈസ് പോവുകയാണല്ലോ. എവിടെ പോകുന്നേ? ചെന്നൈ പോവുകയാണ് ഇനി ഇവർ ഇപ്പോഴേ ഇല്ല. ഓക്കെ, ബൈ. ഞങ്ങൾ അടൂർ വന്നു. അടൂർ വന്നിട്ട് എനിക്ക് 2 ദിവസം കൊണ്ട് വയറിന് നല്ല സുഖമില്ല. എൻ്റെ കഷ്ടകാലത്തിന് ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു. അപ്പോൾ വെളിയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആരും ബിരിയാണി ചിക്കനൊന്നും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഭയങ്കര വയറിന് അസ്വസ്ഥത. പക്ഷേ ഛർദിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം. അങ്ങനെ 2 ദിവസമായിട്ട് മാറാത്തത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ വന്ന് കാണിച്ചു. ഗുളിക തന്നു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നല്ല ക്യൂ ആയിരുന്നു, അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഗുളികയൊക്കെ വാങ്ങിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലൈറ്റായിട്ടൊരു ചായ കുടിക്കാൻ കയറി. ചായ കുടിച്ചു. അപ്പോൾ ഒരാൾ അവിടെ മാറിയിരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട്, ഞങ്ങളുടെ കേശുമോൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നേരെ SMലോട്ട് പോവാം. എന്തോ അങ്ങനെ അനിയത്തിക്ക് തുണിയെടുക്കാൻ വന്നതാണ്. അവർ വ്യാഴാഴ്ച പോകുന്നത് കൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാൻ വന്നതാണ്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു തുണി എടുക്കണമെന്ന്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഇവിടെ ഇപ്പോൾ കളക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു പെരുന്നാളിൻ്റെ. അപ്പോൾ എനിക്ക് അടിപൊളി ഒരു ചുരിദാർ ഇഷ്ടപ്പെട്ടു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഇതിട്ടപ്പോഴത്തേന് കുറച്ച് നല്ല ലുക്കായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ഇതൊന്ന് ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് കൊള്ളാം. അങ്ങനെ ഞാൻ ഇതെടുത്തു. നമ്മുടെ കേശു എൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെ ഞാൻ ഈ ടോപ്പ് എടുത്തു കേട്ടോ. നൂത്തന എവിടെ നിൽക്കുന്നേ? നൂത്തന എവിടെ നിൽക്കുന്നേ? ഇവിടെ എന്തിനാ നിൽക്കുന്നേ? പൊന്നി എന്തിയേ? എന്തോ കൊടുക്കുവാ? എവിടെ ആളുണ്ട്? എന്തിയെ കാണാത്ത? എന്താ? അങ്ങനെ തുണിയൊക്കെ എടുത്ത് കുറച്ച് ബില്ലടിക്കാനൊക്കെ മേളിൽ തന്നെ കൊടുത്തു. പിന്നെ ഫ്രോക്ക് സെക്ഷനൊക്കെ ഇവിടെ കുറച്ച് നല്ല കളക്ഷൻസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പട്ടി ഷോയൊക്കെ കാണിച്ച് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് ഇനി നമുക്ക് താഴെ ഫ്ലോറിലോട്ട് പോയി അവിടെ അവൾക്ക് എന്തൊക്കെയോ നോക്കണമെന്ന് പറഞ്ഞു. നമുക്കെന്തായാലും നോക്കാം. അത് കഴിഞ്ഞിട്ട് 2 ബൊമ്മക്കുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അതിൻ്റെ നടുക്ക് ഞാൻ കേശുവിനെ പിടിച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു.
അത് ഞാൻ നേരത്തെ അവിടുത്തെ എടുത്ത് അങ്ങനെ ഞങ്ങൾ അവൾക്ക് കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഞങ്ങളൊരു 2 മണി ആയപ്പോൾ വന്നതാണ്. തിരിച്ചിറങ്ങിയപ്പോൾ ഏകദേശം ഒരു 5:30 6 മണിയോളമായി. ഇവിടെ നല്ല കളക്ഷൻസൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ തുണി വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഒരു കളക്ഷനും കാണത്തില്ല. ഇപ്പോൾ പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തുണി മെറ്റീരിയൽസ് ആയാലും തുണി ആയാലും എല്ലാം അടിപൊളി കളക്ഷൻസൊക്കെ വന്നു. അത് ഞാൻ ഒരു ബാഗൊക്കെ എടുക്കട്ടെ, ബാഗൊക്കെ എടുക്കട്ടെ. ഇവിടുന്ന് രാത്രിയിലേ പോകത്തുള്ളൂ. അന്നേരം എന്നെ വിളിക്കണേ. നമ്പർ അറിയാമോ? എന്റെ നമ്പർ അറിയാമോ? അപ്പൊ നിങ്ങള് ഫോണിനടുത്ത് എന്റെ കൈ തന്ന് നിങ്ങള് ആരുടെയാടാ? എവിടെ പോരാ? അവിടെ ഒരു കൊച്ചിക്ക് നട്ടോണ്ടല്ലേടാ നീ ഇത്ര ഇത് കാണിക്കുന്നേ? പാ വേണ, പറ്റത്തില്ല 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 പറ്റത്തില്ല. വെച്ചിട്ടുണ്ടോ? നോക്കിയേ, നോക്കട്ടെ. ആണോ? മോൻ ചെല്ലുമ്പോഴത്തേനും അവൻ എണീക്കും. ആണോ? അവിടെ വരുവാണെങ്കിൽ എന്നാ തരും? ഞങ്ങൾക്ക് ചായ തരുമോ? ചായ തരുമോ? ഐസ്ക്രീമോ? ഐസ്ക്രീം തരുമായിരിക്കുമോ? ആ കുടിക്കും. പിന്നെ ഐസ്ക്രീമും കടയില. കടയിലാണ്. പിന്നെ എന്നാ ഒക്കെ തന്നെ ഞങ്ങള് മേടിച്ചോണ്ട് വരാം. നിങ്ങള് ഇവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് നമ്മളിനി നേരെ വീട്ടിലോട്ട് ഒരു പരുവമായി. ഇനി വീട്ടിൽ ചെല്ലണം, ഫുഡ് കഴിക്കണം. ഫുഡൊന്നും കഴിച്ചില്ല. അപ്പോൾ ടാറ്റാ.